നമസ്കാരം. രാഷ്ട്രീയ വൃത്തത്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു. ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന പൂർത്തിയാവുകയാണ്. നാളെ പിൻവലിക്കാനുള്ള ദിവസം കൂടി കഴിയുന്നതോടെ മത്സരചിത്രം വ്യക്തമാകും. ഇതിനിടയിൽ രാഷ്ട്രീയമായി ഒട്ടേറെ സംഭവവികാസങ്ങൾ ഉണ്ടായി. ഇപ്പോഴും സംഭവവികാസങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും പ്രധാനമായുള്ളത് ഈ ഡീൽ ആരോപണമാണ്. UDF കോൺഗ്രസ് ഡീൽ ആരോപണം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രി അതിന് മറുപടി പറയുന്നു, നേതാക്കൾ മറുപടി പറയുന്നു. അതിപ്പോൾ അതിൻ്റെ ഒരു പുതിയ ഘട്ടത്തിലേക്ക് ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിതമായി വന്ന ഒരു കാര്യമാണോ ഈ ഡീൽ ആരോപണം? ഓരോ തെരഞ്ഞെടുപ്പ് കാലത്തും ഓരോ നെറേറ്റീവ് ഉണ്ടാകും. കഴിഞ്ഞ തവണ കോവിഡ് കാലമായിരുന്നു തെരഞ്ഞെടുപ്പും. ആ സമയത്ത് അപ്രതീക്ഷിതമായിട്ടാണ് മുഖ്യമന്ത്രി ജമാഅത്തെ ഇസ്ലാമി കൊണ്ടത്. ഇത്തവണ നെറേറ്റീവ് ഈ ഇലക്ഷനിൽ ചർച്ചയാകാൻ പോകുന്നത് എന്താണ്, അത് സെറ്റ് ചെയ്തത് UDF ആണ്. അതിൽ സംശയമില്ല. ഇതിൽ ആദ്യം KC വേണുഗോപാലോ VD സതീശനോ അല്ല ഈ ഡീൽ ആരോപണം അത് ഉന്നയിക്കുന്നത്. അത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന സമയത്ത് 5 ഗ്യാരണ്ടി പ്രഖ്യാപിക്കാൻ വന്ന സമയത്താണ് ഈ CJP ബന്ധം ആദ്യം ഉന്നയിച്ചത്. പിന്നീട് KC വേണുഗോപാൽ, അത് കഴിഞ്ഞ് VD സതീശൻ ഉന്നയിക്കുന്നത്. അവർ പാലക്കാടാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് മറ്റു മണ്ഡലങ്ങളിലേക്ക്, മറ്റ് 10 മണ്ഡലങ്ങൾ എന്നൊക്കെ പറയുന്നു. പേര് പറഞ്ഞിട്ടില്ലെങ്കിലും പാലക്കാടാണ് അവരുടെ മെയിൻ. പക്ഷേ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഡീൽ നിലവിൽ ഉണ്ടെന്ന്. കാരണം ഡീൽ ഇല്ല എന്ന് പറയുമ്പോഴും BJPയുടെ സ്ട്രാറ്റജിയാണ് അവിടെ സംസാരിക്കേണ്ടത്. BJP എന്തായാലും സംസ്ഥാനത്ത് ഭരണം പിടിക്കാൻ രാജീവ് ചന്ദ്രശേഖർ ആഗ്രഹിക്കുന്നുണ്ടാകുമായിരിക്കും. പക്ഷേ BJP നേതാക്കൾക്ക് പോലും ബോധ്യമുണ്ട് ഇല്ല എന്നുള്ളത്. അവിടെ BJP വളരണമെങ്കിൽ ഏത് സംസ്ഥാനത്താണെങ്കിലും ശരി, BJP ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വളർന്നിട്ടുണ്ടെങ്കിൽ അവിടെ കോൺഗ്രസ് ക്ഷയിക്കണം. അപ്പം BJP ആഗ്രഹിക്കുന്നത് ഒരു തവണ കൂടി CPM വരികയാണെങ്കിൽ നല്ലത് അവരെ സംബന്ധിച്ച്. ഇപ്പം നോക്കൂ, ഇത്തവണത്തെ BJPയുടെ കാൻഡിഡേറ്റ്സ് അതിൽ 5 ഇടങ്ങളിൽ അവർ എക്സ് കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസിൽ നിന്ന് ഇവിടെ വന്നത്. അപ്പം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്താണോ നടക്കുന്നത് അത് കേരളത്തിലും നടന്ന് അതിനൊരു പ്രാരംഭ പടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം പാലക്കാട് ഇവർ പറയുന്നത് മാത്രമല്ല, CPI ആകുന്നു ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളുമായി വെച്ച് നോക്കുമ്പോൾ ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളതാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. അത് ഈ പാലക്കാട് ഡീലിനെ പറ്റി പറയുകയാണെങ്കിൽ ഇവര് ഈ ശോഭാ സുരേന്ദ്രന് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റ് കൊടുക്കാൻ പറ്റിയ കാൻഡിഡേറ്റ് ആണോ NMR റസാഖ് എന്നുള്ളതാണ് ഇവരുടെ ചോദ്യം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നമ്മൾ അവിടെ നോക്കണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF 1ാം സ്ഥാനത്തും LDF ആണ് പാലക്കാട് 2ാം സ്ഥാനത്ത്, BJP 3ാം സ്ഥാനത്താണ്. അപ്പം 6300 വോട്ടിന് ഡിഫറൻസ് ആണ് 1ാം സ്ഥാനവും 2ാം സ്ഥാനവും നിൽക്കുന്നത്. അതുകൊണ്ട് പക്ഷെ അവിടെ പിന്നെ വരുന്ന ചോദ്യം പാർട്ടി ചിഹ്നത്തിൽ എന്തുകൊണ്ടില്ല എന്നുള്ളത്. അവിടെ NMR റസാഖ് വോട്ടുകൾ പിടിക്കും, മുസ്ലിം വോട്ടുകൾ കൂടി പിടിക്കും. അതല്ലാതെ അദ്ദേഹം ഒരു പൊതു സ്വതന്ത്രനാണ്. ഏറെക്കാലമായി പാലക്കാട് മണ്ഡലത്ത് പൊതുപ്രവർത്തന മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ വോട്ടുകൾ കൂടി സമാഹരിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ BJP എന്തുകൊണ്ട് മോശം കാൻഡിഡേറ്റിനെ പലയിടത്തും നിർത്തി എന്നുള്ളൊരു ചോദ്യമാണ്. അതിന് BJP മറുപടി പറയുന്നത് ഇപ്പോൾ കോന്നി, ശബരിമല ഉൾപ്പെടുന്ന റാന്നി, കൊടുങ്ങല്ലൂർ, B ഗോപാലകൃഷ്ണൻ ആഗ്രഹിച്ച പണിയെടുത്ത മണ്ഡലമാണ് കൊടുങ്ങല്ലൂർ. അവിടെയൊന്നും BJPക്ക് സ്ട്രോങ് കാൻഡിഡേറ്റ്സ് ഇല്ല. അപ്പോൾ ആ വോട്ടുകൾ ഒക്കെ എങ്ങോട്ട് പോകും? അത് CPM-നാണോ ഗുണം ചെയ്യുക സ്വാഭാവികമായും. പക്ഷെ അതൊരു ഡീലല്ല. ഒരുപക്ഷെ കുറെ കാലം കഴിഞ്ഞ് KG മാനർ പണ്ട് എഴുതിയതുപോലെ ഒരു പുസ്തകത്തിലൊക്കെ നമുക്ക് വായിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ഇപ്പം എന്തായാലും ഒരു ഡീൽ ഉണ്ടോ എന്ന് ഈ നിലവിലത്തെ സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ഡീലിന് ശ്രമം നടന്നിട്ടുണ്ടോ BJPയുടെ ഭാഗത്തു നിന്ന്? വളരെ ബാലിശമായിട്ടുള്ള ആരോപണം എന്ന് തന്നെ പറയാൻ പറ്റും. കാരണം ഞാൻ ഇതിനകത്ത് കാണുന്നത് UDFന്റെ രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJP CPM ഡീലുണ്ട് എന്നൊക്കെയുള്ള ഒരു ആരോപണം ഉന്നയിക്കുന്നത്. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഈ 10 വർഷം CPM നയിക്കുന്ന LDF ഇവിടെ ഭരിച്ചല്ലോ. പിണറായി വിജയൻ 10 വർഷം ഭരിച്ചു. ഈ പിണറായി വിജയനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ UDFന് പ്രതിപക്ഷ നേതാവിന് ശക്തമായ പിൻ പോയിന്റ് ചെയ്തുകൊണ്ടുള്ള ഒരു അഴിമതി ആരോപണമുണ്ടോ? ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നൽകുന്നു. ഇതുവരെ ശബരിമല ഉന്നയിച്ചോ UDF നേതാക്കൾ? അപ്പോൾ അതിന് പകരം അവർ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആദ്യത്തെ ക്യാമ്പയിൻ വാചകം എന്ന് പറഞ്ഞാൽ CPM BJP ഡീൽ എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ ഡീൽ ഉണ്ടാകുന്നത്? എന്ത് ബേസിലാണ് ഈ ഡീൽ? ആർക്ക് പറയാൻ പറ്റും ഇതെങ്ങനെ ഡീൽ ചെയ്യുന്നതെന്ന്? അതായത് BJPയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഡീൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ, അങ്ങനെ ഉണ്ടോ എന്നാണ് ഞാൻ അതിനോട് ചോദിച്ചത്. അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. ഒന്ന് CPM-ആയിട്ട് BJP ഡീൽ ചെയ്യുമ്പോൾ കാര്യം എന്താണെന്നറിയോ? കഴിഞ്ഞ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് RSSന്റെ ബാലശങ്കർ അല്ലേ പറഞ്ഞത്, ഇത്തരം ഒരു ധാരണ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരു ചർച്ചകൾ നടന്നിരുന്നു കൂടി പറഞ്ഞിരുന്നു. അതും കൂടി മനസ്സിൽ വെച്ചിട്ട് അത് ചില വ്യക്തികൾ ഉന്നയിക്കുന്ന അതല്ലെങ്കിൽ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകളുമൊക്കെ RSSും BJPയും CPM ഒക്കെ നടന്നിട്ടുണ്ട്. അതല്ലാതെ തെരഞ്ഞെടുപ്പിൽ ഒരു ഡീൽ ഒപ്പിച്ചുകൊണ്ട് പോകുമ്പോൾ അങ്ങനെ ഒരു ഡീൽ ഉണ്ട് എന്ന് പരസ്യമായ അല്ലെങ്കിൽ ഏതെങ്കിലും ഘട്ടത്തിൽ അത് പരസ്യമാക്കപ്പെട്ടാൽ തന്നെ അത് BJPയെ സംബന്ധിച്ച് ആത്മഹത്യാപരമായ ഒരു ഡീലായിരിക്കും. കാരണം
അല്ല ഞാൻ പറയാം അതിനൊരു കാരണങ്ങളുണ്ട്. അല്ല അതിനൊരു ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളുണ്ട്. ഇപ്പൊ കെ സുരേന്ദ്രൻ കോന്നിയിൽ പിടിച്ച വോട്ടുകളുണ്ട്. അത് തോമസ് കെ സാമുവലിന് ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. അപ്പോൾ എന്തുകൊണ്ട് കോന്നി പോലൊരു മണ്ഡലം മുന്നണിയിലെ ഞാൻ ചോദിക്കട്ടെ ഒറ്റ കാര്യം ഒരൊറ്റ കാര്യം ഞാൻ ഒരു കാര്യം അല്ല അതിനൊരു മറുപടി ഒരു മുന്നണി സംവിധാനത്തിൽ വരുമ്പോൾ അതിനെ നയിക്കുന്ന പാർട്ടി ചിഹ്നം മാത്രമാണോ എല്ലായിടത്തും മത്സരിക്കേണ്ടത്? CPM എലത്തൂരിൽ NCP മത്സരിക്കുന്നത് അവിടെ CPMന്റെ സ്ട്രോങ് ഹോൾഡ് ആയിട്ടുള്ള ഒരു മണ്ഡലമാണ്. അവിടെ എത്രയോ വർഷമായിട്ട് അപ്പോൾ ഒരു സഖ്യ മുന്നണി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് വിട്ടുവീഴ്ചകളും അതല്ലെങ്കിൽ ഈ മണ്ഡല ഷെയറിങ്ങും ഒക്കെ നടക്കും. ഇനി ഒരു കാര്യം പറയാം, ഇനി ഇത്തവണത്തെ പ്രത്യേകത സുരേന്ദ്രൻ പിടിച്ച 40,000-നടുത്ത് വോട്ടുകൾ പിടിക്കുമോ തോമസ് കെ സാമുവൽ? ഞാൻ ചോദിക്കട്ടെ, ഒരു സഖ്യമുന്നണി ഉണ്ടാക്കുമ്പോൾ ശബരിമല ഒരു വിഷയമല്ല എന്ന് സ്ഥാനാർത്ഥിയാണ് അവിടെ നിൽക്കുന്നത്. ശബരിമല ക്ഷേത്രം ഉൾപ്പെടുന്ന മണ്ഡലത്തിൽ ഈ ശബരിമല ആഗോള തട്ടിപ്പൊന്നും വിഷയമാകില്ല എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയാണ് BJP മുന്നോട്ട് വെക്കേണ്ടത്. ശബരിമല ഉൾപ്പെടുന്ന രണ്ടിലും BJP ഇല്ല. മറുപടി കൂടെ കേൾക്കൂ. ഇത്തവണ BJP സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ ഉണ്ടായതുപോലെയല്ല. ഇത്തവണ ഒരു വിപുലമായ മുന്നണി ഉണ്ടാക്കിയിരിക്കുന്നു BJP എന്നുള്ളതാണ്. NDA എന്ന് പറഞ്ഞ മുന്നണിയാണ് കഴിഞ്ഞ വർഷം മത്സരിച്ചത്. പക്ഷേ BDJS പോലെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സ്വാധീനം ഉള്ള കക്ഷികൾ അതിനകത്ത് ഉണ്ടായിരുന്നില്ല. ഇത്തവണ 2020 വരുമ്പോൾ അവർക്ക് ഏതാണ്ട് 15% വോട്ട് ഷെയർ ഉള്ള ഒരു പാർട്ടിയാണ്, പഞ്ചായത്തുകളുടെ ഭരണമുള്ള ഒരു പാർട്ടിയാണ് അതൊരു പ്രത്യേക പ്രദേശത്ത് മാത്രമല്ല. ആയിക്കോട്ടെ, അല്ല ഇത് ഈ ഘടകകക്ഷികളെ ഉൾപ്പെടുത്തി മുന്നണി വിപുലപ്പെടുത്തുന്നത് ഇത് കൂടുതൽ വോട്ട് പിടിക്കാനും ശക്തി വർദ്ധിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. താരതമ്യേന ശക്തി കുറഞ്ഞ ഇപ്പൊ പ്രതിപക്ഷ നേതാവ് തന്നെ ചോദിക്കുന്നു, റാന്നിയിൽ കൊണ്ടുവന്ന് 2020 മത്സരിപ്പിക്കുന്നു, അവിടെ എവിടെയാണ് 2020? ഒരു സഖ്യം രൂപീകരിക്കുമ്പോൾ അതിനകത്ത് ഒരു സാമാന്യ രാഷ്ട്രീയ മര്യാദയല്ലേ? അവിടെ BJPക്ക് മാത്രം ശക്തിയുള്ള സ്ഥലങ്ങളിൽ BJPക്കാരെ മത്സരിക്കുക, ദുർബലമായ സ്ഥലങ്ങൾ BJP ദുർബലമായ സ്ഥലങ്ങളിൽ മറ്റു ഘടകകക്ഷികൾക്ക് സ്ഥാനാർത്ഥികളെ കൊടുക്കുക, അങ്ങനെയാണ് അവിടെ മത്സരിക്കാൻ. അവിടെ അല്ല BJP കാൻഡിഡേറ്റിനെ നിർത്തിക്കൂടെ? കൊടുങ്ങല്ലൂരിൽ B ഗോപാലകൃഷ്ണന് കൊടുക്കാമായിരുന്നില്ലേ? അദ്ദേഹം അവിടെ 5 വർഷം പണിയെടുത്തതല്ലേ? എന്തിനാ അദ്ദേഹത്തിന് ഗുരുവായൂരിലേക്ക് മാറ്റി? സ്ട്രാറ്റജി രൂപീകരിക്കുമ്പോൾ അതിനകത്തൊന്നുമില്ല. അതിനകത്ത് BJP അവരുടെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങൾ അവരുടെ സ്ഥാനാർത്ഥികളെ നിർത്തുന്നു. അവർക്ക് കൂടുതൽ വോട്ട് ഷെയർ ഉള്ള മണ്ഡലങ്ങളിൽ അവർ ഘടകകക്ഷി അവർക്ക് ഏറ്റവും അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന 2020 നമ്മുടെ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് കണ്ണൂർ ജില്ലയിൽ CPM കഴിഞ്ഞാൽ ഘടകകക്ഷിയായ CPIക്ക് ഒറ്റ സീറ്റ് പോലും കൊടുത്തിട്ടില്ല. വേണമെങ്കിൽ അനന്തം പറയുന്ന രീതിക്ക് അനുസരിച്ചാണെങ്കിൽ അവിടെ ഞങ്ങളുടെ ഘടകകക്ഷിയായ CPIക്ക് മത്സരിക്കുന്നില്ലേ? അല്ലല്ല, കണ്ണൂർ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. രാമേന്ദ്രൻ കടന്നപ്പള്ളിക്ക് ഒരു സീറ്റ് കൊടുത്തിരിക്കുന്നു. ഞാൻ പറയുന്നത് CPI മുന്നണിയിലെ രണ്ടാമത്തെ ഘടകകക്ഷിയെ CPIക്ക് കണ്ണൂർ ജില്ലയിൽ അവർക്ക് ശക്തിയുള്ളിടത്ത് ഒറ്റ സീറ്റ് പോലും കൊടുത്തിട്ടില്ല. അവർക്ക് അവർ തെക്കോട്ട് വരുമ്പോൾ അവർക്ക് ശക്തിയുള്ള ജില്ലകളിൽ അവർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. 2020 സംബന്ധിച്ച് എറണാകുളം ജില്ലയിലാണ് കൂടുതൽ സീറ്റുകൾ കൊടുത്തിട്ടുള്ളത്. അല്ല ചേർന്ന് നടക്കുന്ന ഏറ്റുമാനൂർ മണ്ഡലത്തിലടക്കം കോട്ടയം ജില്ലയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി എല്ലാ തെരഞ്ഞെടുപ്പുകളും കേൾക്കുന്ന ഒരു സ്ഥിരം പല്ലവിയാണിത്. എനിക്കിതിനകത്ത് യാതൊരു പുതുമയും തോന്നുന്നില്ല, നല്ല തമാശ മാത്രമാണ് തോന്നുന്നത്. കാരണം ഇത് ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ ഏതാണ്ട് മിക്കവാറും മണ്ഡലങ്ങളൊക്കെ ത്രികോണ മത്സരമാണ്. അങ്ങനെ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായിട്ടും LDF കോൺഗ്രസും BJPയും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നു. പിന്നെ BJP പറയുന്നു ഇവർ തമ്മിലാണ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നു. കോൺഗ്രസ് പറയുന്നു BJP LDF ആണ്. ഇത് സ്ഥിരമാണ്. അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിന് പകരം ഡീൽ എന്നൊരു പുതിയ വാക്ക് എന്നതല്ലാതെ ഇതിൽ യാതൊരു മാറ്റവുമില്ല. ഇതിനകത്ത് ഇത് എല്ലാ കാലത്തും ഉന്നയിക്കുന്ന വിഷയമാണ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ പിന്നെ ഘടകകക്ഷികൾക്ക് കൊടുക്കുന്ന അത് എല്ലാ മുന്നണികളുടെയും പ്രശ്നമാണ്. മുന്നണികളുടെ പ്രധാന സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന അതേ പ്രാധാന്യവും പ്രാമുഖ്യവും ഒരുപക്ഷെ ഘടകകക്ഷികൾ കൊടുക്കുന്ന സീറ്റുകൾ ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു ഉദാഹരണം ചോദിക്കട്ടെ. ഇപ്പോൾ തിരുവനന്തപുരം സെൻട്രലിൽ ഘടകകക്ഷിക്കാണ് കൊടുത്തത്. ആ മണ്ഡലത്തിൽ ഘടകകക്ഷിയുടെ താല്പര്യം കൂടി പരിഗണിച്ച ഒരു സ്ഥാനാർത്ഥിയെ നോക്കാനുള്ള ശ്രമം നീണ്ടു പോയി അവസാനം ഒരു പൊതു സ്വതന്ത്രനെ കണ്ടെത്തിയത് വേണമെങ്കിൽ CP ജോണിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം ഒരു പൊതു സ്വതന്ത്രനെ കൊടുത്തതാണ് എന്ന് പറഞ്ഞുകൂടെ BJPക്ക് വേണമെങ്കിൽ?
എല്ലാ ത്രികോണ മത്സരത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇപ്പോൾ ഘടകകക്ഷികൾ ആര് മത്സരിക്കണം, ആ സീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആര് മത്സരിക്കണമെന്ന് അവരെ തീരുമാനിക്കേണ്ടത്. അതേപോലെ ഇപ്പോൾ പിന്നെ BJP അല്ലെങ്കിൽ NDA പോലുള്ള ഒരു മുന്നണിക്കകത്ത് അവർ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിക്കാനും അവരുടെ മുന്നണി വിപുലീകരിക്കാനും ശ്രമിക്കുമ്പോൾ ഓരോ ഘടകകക്ഷിക്കും അവർ മത്സരിച്ചതിൽ അതേപോലുള്ള ആനുപാതികമായ മത്സരം, ശക്തമായ മത്സരം നടക്കുന്ന സ്ഥാനാർത്ഥിയെ വേണമെന്നൊന്നും ചടിക്കാനൊന്നും പറ്റിയെന്ന് വരില്ല. അവർക്ക് എല്ലാ മണ്ഡലങ്ങളിലും ഒരേപോലെ പിന്നെ ശക്തവുമല്ല. ഞാനൊരു 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നേമത്ത് രാജഗോപാൽ ജയിച്ചപ്പോൾ അവിടെ UDF വളരെ ദുർബലനായ സ്ഥാനാർത്ഥിയായിരുന്നു, വോട്ടും കുറഞ്ഞു. മലമ്പുഴയിൽ പിന്നെ എന്താണ് BJPയുടെ കൃഷ്ണകുമാർ 2ാം സ്ഥാനത്ത് വന്നു, BJPയുടെ UDF 3ാം സ്ഥാനത്ത് പോയി. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചപ്പോൾ UDF 3ാം സ്ഥാനത്ത് പോയി. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അഡ്ജസ്റ്റ്മെന്റ് ആയിരുന്നു. അഡ്ജസ്റ്റ്മെന്റിന് വേണ്ടിയാണോ ഇവർ ശ്രമിച്ചത്? ഇതൊക്കെ UDF മറുപടി പറയണം. പിന്നെ ചരിത്രപരമായി ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയത് ഒരു സംഭവമേ ഉള്ളൂ. അത് വളരെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 91-ൽ കോലീബി സഖ്യം അന്ന് വളരെ പരസ്യമായി ഈ വടകരയിലും ബേപ്പൂരിലും നടപ്പിച്ച ആ അവിശുദ്ധ സഖ്യത്തെ ജനം പരാജയപ്പെടുത്തിയാണ്. ഞാൻ പറയുന്നത് അവിശുദ്ധമായി നിങ്ങൾ ഇങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കിയാൽ അത് ജനങ്ങൾക്ക് മനസ്സിലാവും, അത് അവർ പരാജയപ്പെടുത്തുകയും ചെയ്യും. കാരണം അന്ന് രാജീവ് ഗാന്ധിയുടെ വധം വന്ന് അതിനുശേഷം UDFന് വളരെ അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും ബേപ്പൂരിലും വടകരയിലും ഈ സഖ്യത്തിന് വിജയിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് KG മാരാരുടെ ജീവചരിത്രത്തിൽ വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രമേശ് പറഞ്ഞതിൻ്റെ കൂടെ പശ്ചാത്തലത്തിൽ ഞാൻ ഉണ്ണിയെടുത്തൊരു കാര്യം ചോദിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ 10 വർഷം ഭരിച്ച പിണറായി സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് പറയാൻ പല കാരണങ്ങളുണ്ടാകും. ജനകീയ പ്രശ്നങ്ങൾ അവർക്ക് ഉയർത്തിക്കൊണ്ടുവരാം. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടം വരുമ്പോൾ അവർ ഇതുവരെ എന്തൊക്കെ പറഞ്ഞോ അതെല്ലാം മാറ്റിവെച്ചിട്ട് ഇത്തരം ഒരു ഡീൽ എന്ന് പറയുന്ന അതിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ തന്ത്രപരമായ ഒരു പാളിച്ചയല്ലേ? പ്രതിപക്ഷത്തിന്റെ തന്ത്രപരമായ പാളിച്ചയാണോ എന്ന് ചോദിച്ചാൽ അതൊരു തന്ത്രവുമാണ്. പാളിച്ചയാണോ തന്ത്രമാണ്. പക്ഷെ ആ തന്ത്രം വിജയിക്കോ? അതാണ് ഉദ്ദേശം ന്യൂനപക്ഷ വോട്ടുകളെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഉണ്ടായതുപോലെ ന്യൂനപക്ഷം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം വോട്ടുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ കൺസോൾട്ടേഷൻ UDFന് അനുകൂലമായി ഉണ്ടാകുമെന്നുള്ളൊരു ധാരണയുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴേക്കും അത് കുറച്ച് അതിനെ ആകർഷിക്കുന്ന രീതിയിൽ LDFന്റെ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്നൊക്കെയുള്ള നീക്കങ്ങളുണ്ടായി. അപ്പോൾ അതിനെ ഒന്നും കൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് BJP ഡീൽ എന്ന് പറയുന്നത്. BJPയെ ഒരു ശത്രുപക്ഷത്ത് നിർത്തുക അല്ലെങ്കിൽ എതിർപക്ഷത്ത് നിർത്തുക, എന്നിട്ട് മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളുടെ ഏകീകരണം ഉണ്ടാക്കുക. അത് മാത്രമാണ് നിലവിൽ രാഷ്ട്രീയമായി ഈ സർക്കാരിനെതിരെ കൊണ്ടുവരാൻ കഴിയുന്ന, വോട്ടുകൾ ഏകീകരിക്കാൻ കൊണ്ടുവരാൻ കഴിയുന്ന ഒരു സ്ട്രാറ്റജിയായി ഇപ്പോൾ. ഞാൻ ചോദിക്കുന്നത് പ്രതിപക്ഷത്തിന് ഈ 10 വർഷം ഭരിച്ച സർക്കാരിനെതിരെ ഏറ്റവും അവസാനം ഇത് മാത്രമേ പ്രയോഗിക്കാനുള്ളൂ. അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകൾ പിന്നെയും കിട്ടി കഴിഞ്ഞാൽ മാത്രമേ ഈ സർക്കാരിനെ പരാജയപ്പെടുത്താൻ കഴിയുള്ളൂ. രാഷ്ട്രീയമായി അവർ ആ പോയിന്റിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം എന്താ അറിയോ, അനന്തൻ നേരത്തെ പറഞ്ഞതിന്റെ തുടർച്ച തന്നെയാണ്. പ്രതിപക്ഷ നേതാവ്, നമ്മൾ മുഖ്യമന്ത്രിക്ക് മാർക്കിടുന്നത് പോലെ പ്രതിപക്ഷ നേതാവിന് മാർക്കിട്ടാൽ രമേശ് ചെന്നിത്തലയുടെ അത്രയും വിഷയങ്ങൾ ഉയർത്തിയിട്ടുണ്ടോ VD സതീശൻ? ഇല്ല. രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന അത്ര വിഷയങ്ങളോ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന അത്രയും സർക്കാരിനെതിരെ സർക്കാർ പലപ്പോഴും ടേണിലേക്ക് പോകേണ്ടി വന്ന ഘട്ടങ്ങളുണ്ട്. രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായ ഘട്ടത്തിൽ അത്തരം വിഷയങ്ങളൊന്നും VD സതീശൻ ഉയർത്തിയിട്ടില്ല. അത്തരം ഒരു വിഷയങ്ങൾ ഉയർത്തിയിട്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ഒരു മെറ്റീരിയലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ VD സതീശൻ്റെ കയ്യിലില്ല. ഇപ്പോഴുള്ള പതിവ് രാഷ്ട്രീയ അജണ്ട ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എന്ന ലഘുവായ, ആർക്കും പ്രത്യക്ഷത്തിൽ തന്നെ മനസ്സിലാവുന്ന സിമ്പിൾ അജണ്ടയുമായിട്ടാണ് പ്രതിപക്ഷം. അതായത് ലോക്സഭയിൽ കിട്ടിയതുപോലെ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതുപോലെ അതിന്റെ ആ ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു ആനുകൂല്യം കിട്ടുക എന്നുള്ളത്. ന്യൂനപക്ഷ വോട്ടുകളുടെ ഇത് 2021 ഇതേപോലെ ശ്രമിച്ചു. അതാണല്ലോ നിയമത്ത് കൊണ്ടുവന്നിട്ട് K മുരളീധരനെ നിർത്തിയിട്ട് BJP ഞങ്ങളുടെ ശത്രുപക്ഷത്താണ് എന്ന് ആ സ്ട്രാറ്റജിയിൽ കൊണ്ടുവന്നത്. ഇപ്പോൾ ഇത് സത്യത്തിൽ അൻവർ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയമാണ്. സത്യത്തിൽ ഇതുപോലും UDFന് പൂർണ്ണമായിട്ട് അവകാശപ്പെടാൻ പറ്റില്ല. PV അൻവർ കൊണ്ടുവന്ന ഒരു സാധനം ഇപ്പോൾ VD സതീശൻ ഏറ്റെടുത്തു. അത് കോൺഗ്രസ് മൊത്തം പറഞ്ഞു എന്നതിനപ്പുറത്ത് ഇത് കേരളത്തിൽ മൊത്തം ഇതിന് പ്രതിഫലനം ഉണ്ടാകുമോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ തന്ത്രം പാളിയോ എന്നുള്ളത് ഇലക്ഷൻ റിസൾട്ടിന് ശേഷം. നമ്മൾ ഈ ഡീൽ എന്നുള്ള ആരോപണം തുടങ്ങുന്നതിന് മുൻപ് പ്രചാരണം തുടങ്ങിയിരുന്നില്ല. അന്നാണ് ഇരുണ്ട കാലം എന്നുള്ളൊരു ക്യാമ്പയിൻ തുടങ്ങിയത്. പണ്ട് എങ്ങനെയായിരുന്നു ഈ 10 വർഷക്കാലം ഞങ്ങൾ എന്ത് ചെയ്തു, അതായത് വികസനം പറയാൻ LDF ശ്രമിച്ചു. ഈ ഏറ്റവും ഒരു മനോഹരമായി ഈ ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും മനോഹരമായ ഒരു ക്യാമ്പയിൻ നടത്തിയത് കളമശ്ശേരിയിൽ P രാജീവാണ്. ഈ തുടങ്ങിയതിന് പിറ്റേ ദിവസം മുതൽ ഓരോ ഭാഗത്തും ഓരോ വാർഡിലും ഈ വാർഡിൽ കഴിഞ്ഞ 5 വർഷം ഒരു MLA എന്ന നിലയിൽ ഞാൻ എന്ത് ചെയ്തു, ആ വാർഡിൽ അത് മാത്രം പോസ്റ്റർ, അല്ലാതെ P രാജീവിനെ ജയിപ്പിക്കുക അങ്ങനെയല്ല. നോക്കൂ, ഞാൻ എന്ത് ചെയ്തു, വളരെ വലിയ കോൺഫിഡൻസ് ആണ്, അത്രയും ആത്മവിശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ എന്ത് പറഞ്ഞു അത് ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമെന്ന് ചോദിക്കും. അതെല്ലാം മാറി ഇപ്പോൾ ഈ ഒരൊറ്റ അജണ്ടയിലേക്ക്, ഈ ഡീൽ എന്ന രീതിയിലേക്ക് CPM കൊണ്ടുവരാൻ കഴിഞ്ഞു.
10 വർഷം ഭരിച്ച സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. അതെല്ലാം മാറ്റിവെച്ചിട്ട് ഇതിലേക്ക് മാത്രം ചുരുങ്ങി പോകുന്നത് സാധാരണ ജനങ്ങളെ സ്വാധീനിക്കുമോ? സാധാരണ ജനങ്ങളുടെ മുന്നിൽ ഇത് തന്ത്രം ശരിയായ തന്ത്രമാണോ എന്നുള്ളത് ആരോപണം സ്വാധീനിക്കില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ 140 മണ്ഡലങ്ങളിൽ 140 ഡീലാണ് ആരോപിക്കുന്നത്. അതിനകത്ത് ഞാനിപ്പോ നിങ്ങൾ റാന്നിയെ കുറിച്ച് പറയുന്നുണ്ടാണ് പറയുന്നത്, അത് വളരെ അസംബന്ധം നിറഞ്ഞ ഒരു ആരോപണമാണ് ഉന്നയിക്കപ്പെടുന്നത്. കാരണം റാന്നി ഇപ്പൊ ശബരിമല ഉൾപ്പെടുന്നത് റാന്നിയിലാണോ കോന്നിയിലാണോ എന്ന് എനിക്കിപ്പോഴും സംശയമാണ്. കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നത് കോന്നിയിലാണ്, അതുകൊണ്ടാണ് സുരേന്ദ്രൻ കോന്നിയിൽ മത്സരിച്ചത് എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, റാന്നിയിലായിക്കോട്ടെ. ഇനി റാന്നിയിൽ എന്നാണ് ഹിന്ദു സ്ഥാനാർത്ഥികൾ മത്സരിച്ച് ജയിച്ചിട്ടുള്ളത്? ഇപ്പൊ പ്രമോദ് നാരായണ അവിടുത്തെ MLA ആണ്, ഞാൻ അത് നിഷേധിക്കുന്നില്ല. പക്ഷേ പരമ്പരാഗതമായി റാന്നിയിൽ കോൺഗ്രസിന്റെ ഇപ്പൊ MC ചെറിയാൻ, സണ്ണി പനവേലി, പിന്നെ നമ്മുടെ രാജു അബ്രഹാം ദീർഘകാലം അവിടെ ക്രിസ്ത്യൻ മാത്രമല്ല ഈ ശബരിമല ക്ഷേത്രം ആ അസംബ്ലിയിൽ നിൽക്കുന്നതേ ഉള്ളൂ. അവിടെ ഇപ്പം അവിടുത്തെ പോപ്പുലേഷൻ എടുത്താലും ശബരിമലയെ സംബന്ധിച്ചുള്ള വിശ്വാസികൾ ഏറ്റവും കൂടുതലുള്ള അതിന് പുറത്താണ്, മറ്റു മണ്ഡലങ്ങളിലാണ്. ഇപ്പൊ അതുകൊണ്ട് തന്നെ ക്രിസ്ത്യൻ പിന്നെ ആ സാമുദായിക വിഭാഗങ്ങളുള്ള ധാരാളം പേർ മത്സരിക്കുകയും സ്ഥിരമായി മത്സരിക്കുകയും ചെയ്യുന്ന മണ്ഡലമാണ്. അവിടെ ഇപ്പൊ ഒരു ക്രിസ്ത്യാനി മത്സരിച്ചതുകൊണ്ട് അതൊരു ഡീലാണെന്ന് പറഞ്ഞാൽ മാത്രമല്ല സ്ഥാനാർത്ഥി പറയുന്ന കാര്യം NDAയുടെ സ്ഥാനാർത്ഥിയോട് ചോദിക്കുകയാണ്, റാന്നി അവിടെ മത്സരിക്കുന്ന ആളോട് ചോദിക്കുകയാണ്, ശബരിമല വിഷയം ഇവിടെ ബാധിക്കുമോ? ഇല്ല. അതെങ്ങനെയാണ് BJPയുടെ ഏറ്റവും വലിയ വിഷയമാണ് ബാധിക്കില്ല. റാന്നിയുടെ കാര്യത്തിൽ ബാധിക്കില്ല. അത് ഇനി മറ്റൊന്ന്, ഇപ്പോൾ രാജേട്ടൻ പറഞ്ഞല്ലോ, ഇത് ഈ ഡീൽ എന്ന് പറയുന്ന ക്യാമ്പയിൻ അത് സാധാരണക്കാരെ ബാധിക്കും. സാധാരണക്കാർക്ക് ഇതെല്ലാം അറിയാന്നേ. സാധാരണക്കാരെ നോക്കുമ്പോൾ കേരളത്തിന് പുറത്ത് ഒരുമിച്ച് നിൽക്കുന്ന തമിഴ്നാട്ടിൽ ഈ അസംബ്ലി തെരഞ്ഞെടുപ്പിനൊപ്പം നടക്കുന്ന സമാന്തരമായി നടക്കുന്നതാണല്ലോ തമിഴ്നാട്ടിൽ. അവിടെ ഒന്നിച്ച് ഒരു മുന്നണിയായിട്ട് നിൽക്കുന്നവർ ഇവിടെ വന്നിട്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നു. തിരിച്ച് നിൽക്കുമ്പോൾ ഇതിനകത്ത് പൊള്ളത്തരം സംഭവിച്ചതായി എനിക്ക് തോന്നുന്നത് എന്താണെന്ന് പറഞ്ഞാൽ 2020 BJP സഖ്യം ഉൾക്കൊള്ളാൻ BJP പ്രവർത്തകർക്ക് പോലും കഴിഞ്ഞിട്ടില്ല. അത് പെട്ടെന്ന് വന്നതായിപ്പോയി, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വന്നതായിപ്പോയി. അവർക്ക് അർഹതപ്പെട്ടതിലധികം പരിഗണനയോ സീറ്റോ അവർക്ക് കൊടുത്തു. അത്രത്തോളം സ്വാധീനം അവർക്കുണ്ടോ എന്നത് പ്രധാന പ്രശ്നം. അതുകൊണ്ട് തന്നെ അത് കേരളീയ രാഷ്ട്രീയ സമൂഹത്തിൽ ആ സഖ്യം പൂർണ്ണമായി അംഗീകരിക്കും. അനുവദിച്ച് കിട്ടിയ സീറ്റുകളുടെ എണ്ണം കൂടുതലും കൊടുക്കേണ്ട സീറ്റുകൾ കുറവ്. അപ്പം അങ്ങനെയാണെങ്കിൽ എല്ലായിടത്തും അവിടെ ഇവിടെ ഉള്ളിടത്തെല്ലാം കൊടുത്തിട്ടുണ്ടാവും. BDJസിനെ പോലുള്ളൊരു പാർട്ടി, കുറച്ച് അണികളുള്ള പാർട്ടികളെയും സാമുദായിക പശ്ചാത്തലമുള്ള ഒരു പാർട്ടിയോ കിട്ടിയിട്ട് പോലും ആ മുന്നണി ശരിക്കും ഈ നേരത്തെ നമ്മൾ രാഷ്ട്രീയ വളർച്ച ഉണ്ടാക്കിയില്ലേ? ഇപ്പം BDJസിനെ സംബന്ധിച്ച് BDJs ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പം സീറ്റ് ജയിക്കാൻ ശേഷമുള്ള ഒരു പാർട്ടിയല്ല, പക്ഷെ ഒരു സമുദായത്തിന്റെ വലിയ പിന്തുണ, ഇപ്പം CPMന് അനുകൂലമായി നിന്നിരുന്ന ഒരു സമുദായത്തിന്റെ വലിയ പിന്തുണ BJPയിലേക്കും ആ വോട്ട് ഷെയർ മാറ്റാൻ പറ്റി. അങ്ങനെയാണ് BJP എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കൂട്ടിയില്ലേ? BJPക്ക് അത് ഗുണമുണ്ടായിരുന്നുള്ള സത്യമാണ്. പക്ഷെ മുന്നണി എന്ന നിലയിൽ വിപുലീകരണം ഇപ്പൊ നടക്കുന്നു. ആ മുന്നണിയുടെ വിപുലീകരണം ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്നു. ആദ്യ തെരഞ്ഞെടുപ്പിൽ BDJ സ്ഥാനാർത്ഥികൾ കിട്ടിയ വോട്ട് പിന്നീട് കിട്ടുന്നില്ല. കുട്ടനാട് എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ 30,000 വോട്ട് പിടിച്ചു BDJ സ്ഥാനാർത്ഥി NDA മുന്നണിയിൽ നിന്ന്. ആ വോട്ട് ഷെയർ ഒക്കെ താഴോട്ട് പോയി. ഇപ്പൊ നേരത്തെ അനന്തം പറഞ്ഞ ഒരു പ്രയോജനം കിട്ടി. ഇപ്പോ മുന്നണി ആവുമ്പോൾ BDJs ദുർബലമാവുന്നു, BDJസിന്റെ അണികൾ പലരും BJPയിലേക്ക് വരുന്നു എന്നുള്ളത്. ഇപ്പോ ചടയമംഗലല്ലേ പിന്നെ ഗോപകുമാർ മത്സരിക്കുന്നത്? അതെ, ചാത്തന്നൂരിൽ ആദ്യം അദ്ദേഹം മത്സരിച്ചത് BDJ സ്ഥാനാർത്ഥിയായിട്ടാണ്. BDJസിന്റെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അവിടെ SNDP യൂണിയന്റെ സാമുദായിക നേതാവ് കൂടിയാണ് അദ്ദേഹം. ഇപ്പൊ വന്ന് ഇപ്പൊ നേരത്തെ BJPയുടെ ജില്ലാ പ്രസിഡന്റായി, BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. ഇങ്ങനെ ചില ആളുകളെയും കുറെ അണികളെയും BJPക്ക് നേട്ടമാണ്, ഇല്ലെന്ന് ഞാൻ BJPക്ക് നേട്ടമുണ്ട്. BJP മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടെ നോർമലൈസ് ആയി. കാരണം നേരത്തെ BJPയിലേക്ക് ആരെങ്കിലും പോകുന്നു എന്നൊക്കെയുള്ള ചർച്ച വരുമ്പം ഇത് CPM അല്ലെങ്കിൽ CPI അതെല്ലാം മാറിയില്ല. അല്ല, അനന്തൻ പറയുന്നതിന്റെ ഒരു ലോജിക് ഉണ്ട്. അതായത് ഇപ്പം BJPയിലേക്ക് പോയി കഴിഞ്ഞാൽ ഏതോ അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കേണ്ടതാണ് എന്നുള്ള രീതിയിലുള്ള മനോഭാവം ഉണ്ടായിരുന്നു, രാഷ്ട്രീയമായ അയിത്തം ഉണ്ടായിരുന്നു. അതൊക്കെ മാറി. അപ്പോൾ 2020 വഴി BJPയുടെ ഭാഗം എന്ന് വെച്ചാൽ NDAയുടെ ഭാഗമാകുക, BDJs വഴി NDAയുടെ ഭാഗമാകുക, അങ്ങനെ ഒരു വിശാലമാക്കാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമമാണ്. CPMൽ ഇത്രയും കാലം പ്രവർത്തിച്ച ആളുകൾക്ക് അവർ പറഞ്ഞൊരു രാഷ്ട്രീയം നേരെ BJPയിലേക്ക് പോകണ്ട, ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2020ലേക്ക് അങ്ങോട്ട് പോവാം. മാത്രമല്ല 2020 കൂടിയുള്ള ഒരു മുന്നണിയിലേക്ക് കൂടുതൽ കക്ഷികൾ അടുത്ത തെരഞ്ഞെടുപ്പ് ആവുമ്പോഴേക്കും വന്നില്ലെന്നാരും. BJP മുന്നണി വിപുലീകരണത്തിന് വേണ്ടി നല്ല ശ്രമം നടത്തുന്നുണ്ട്, ഒക്കെ സത്യമാണ്. ഇപ്പോ CK ജാനുവിനെ പോലുള്ള ആദിവാസി വിഭാഗങ്ങളിലെ പാർട്ടികളൊക്കെ അവർ വിട്ടുപോയി. PC ജോർജിനെ പിന്നെ കൊണ്ടുവന്നു, ആദ്യം അദ്ദേഹത്തിന്റെ പാർട്ടിയെ കൊണ്ടുവന്നു. അങ്ങനെയുള്ള പല പാർട്ടികളെയൊക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പൊ 2020യുടെ കാര്യം വളരെ പരിഹാസ്യകരമായ കാര്യമാണ്. അവിടെ അവർ കണ്ടെത്തുന്ന സ്ഥാനാർത്ഥികൾക്ക് സ്വന്തം പിന്നെ മണ്ഡലത്തിൽ വോട്ടുണ്ടോ, കേരളത്തിൽ വോട്ടുണ്ടോ എന്ന് അറിയാത്ത പോലെ പല സെലിബ്രിറ്റികളെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ തൃപ്പൂണിത്തറയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എനിക്ക് തോന്നുന്നു അവർ BJP ആണോ 2020 ആണോ എന്ന് അവർക്ക് തന്നെ അറിയില്ല.
അവർ BJP ആണെന്നും അവർ പറയുന്നുണ്ട്, 2020 ആണെന്നും പറയുന്നുണ്ട്. ഇല്ല, അങ്ങനെയുള്ള BJP അനുഭാവമുള്ളവരായിരിക്കാം അവർ ചേർന്ന പാർട്ടി 2020. തെരഞ്ഞെടുപ്പ് സമയത്ത് മറ്റ് പല തെരഞ്ഞെടുപ്പുകളിലും നടന്നതുപോലെ തന്നെ ഇപ്പോൾ ഈ രാഷ്ട്രീയമായി ചൂട് പിടിക്കുമ്പോഴാണല്ലോ ചില പ്രയോഗങ്ങൾ, ചിലരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. അത് ഈ തെരഞ്ഞെടുപ്പിലും മുഖ്യമന്ത്രി ജി സുധാകരനെ കുറിച്ച് പറഞ്ഞത്, തോമസ് ഐസക്, രമേശ് പിഷാരടിയെ കുറിച്ച് പറഞ്ഞത്, ഇത്തരം പ്രശ്നങ്ങൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. അത് ആദ്യം വന്നത് തോമസ് ഐസക്കിനെ പോലെയുള്ള തൊഴിലാളി വർഗത്തിന്റെ മുതിർന്ന നേതാവിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു വാചകമാണ്. അപ്പം രമേശ് പിഷാരടി ഒരു പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ആണോ പാലക്കാടെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ അദ്ദേഹത്തെ കോമാളി എന്ന് വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്തൊരു മൈലേജ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കില്ല. അതിന് മുൻപ് വരെ ഉണ്ടായിരുന്നത് രമേശ് പിഷാരടിക്ക് എന്ത് രാഷ്ട്രീയം അറിയാം. രമേശ് പിഷാരടി ഒരു അരാഷ്ട്രീയവാദിയാണ്. അദ്ദേഹത്തിന്റെ ഇസ്രായേൽ ഇറാൻ. അപ്പം അദ്ദേഹം നിലവിൽ നിൽക്കുന്നത് കോൺഗ്രസ് എന്നുള്ള മുന്നണിയുടെ അല്ലെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ്. UDF ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിലൂടെ വന്ന ഒരു പാർട്ടിയാണ്. അവിടെ വന്ന് അതിൽ ഇപ്പോൾ മത്സരിക്കുന്ന ഒരാൾ ചോദിക്കുക, ഒരു കാൻഡിഡേറ്റ് ചോദിക്കുകയാണ്, സമരത്തിലൂടെ എന്ത് സംസ്കാരമാണ് ഉണ്ടാവുക. അപ്പം അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പോരായ്മയെ കുറിച്ച് സംസാരിക്കുന്ന സമയത്താണ് എന്നാ പിടിച്ചോ ഒരു മൈലേജ്, എന്നാ ഞാൻ അങ്ങ് ഉണ്ടാക്കി തരാമെന്ന് പറയപ്പം അദ്ദേഹത്തിന്റെ പ്രതികരണം അതൊക്കെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അതിനോട് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു പക്വതയോടുകൂടിയാണ് രമേശ് പിഷാരടി പ്രതികരിച്ചതെന്ന് തോന്നുന്നു. തോമസ് ഐസക് അതും മാതൃകാപരമാണ്. അവസാനത്തെ കുറെ പത്രസമ്മേളനങ്ങളൊക്കെ ഞാൻ അത്ഭുതപ്പെട്ടു. പിണറായിയുടെ പഴയ ഒരു ശൈലിയും അല്ല പ്രമേഷ്, അതിനകത്ത് ഒരു കാര്യം പറയാം. ഇപ്പൊ ഈ ഇന്റർവ്യൂ എടുത്തതിന് ശേഷം പല ആളുകളും സുഹൃത്തുക്കളും ഒക്കെ ചോദിച്ചത്, നിങ്ങൾ ചോദ്യം നേരത്തെ കൊടുത്തതാണോ എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു അഭിമുഖം കിട്ടുക, അല്ലെങ്കിൽ അത് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പറ്റുമോ? ചോദിക്കുന്നതിനൊന്നും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ചോദ്യങ്ങളൊന്നും നേരത്തെ കൊടുക്കേണ്ട ഒരു കാര്യമില്ല. നമുക്ക് ഇഷ്ടമുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കുക, അതിനെല്ലാം ഉത്തരം തരിക എന്നുള്ളതായിരുന്നു മുഖ്യമന്ത്രി സ്വീകരിച്ചത്. പക്ഷേ അതിനുശേഷമാണ് തൊട്ടടുത്ത ദിവസം വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ക്ഷുഭിതനാവുന്നത്. അതുവരെ അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ ഭാഗമായി ഈ പറഞ്ഞ ഇതെല്ലാം വളരെ വളരെ ഭംഗിയായിട്ട് ഈ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തു. തെരഞ്ഞെടുപ്പിന്റെ ചൂട് അടിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള സ്വഭാവം പുറത്തു വന്നു എന്നുള്ളതൊക്കെ അദ്ദേഹം മാറ്റിവെച്ചു. അദ്ദേഹം വളരെ ഉള്ളിൽ നിന്ന് അദ്ദേഹം എങ്ങനെയാണോ സാധാരണ ഇത്തരം കാര്യങ്ങളിൽ പെരുമാറുക, അദ്ദേഹം വളരെ ഉള്ളിൽ നിന്ന് അത് തോന്നുന്ന കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ്. അപ്പൊ ചെറ്റത്തരം എന്ന വാക്കെന്നൊക്കെ പറഞ്ഞാൽ അവരുടെ കാലത്ത് അവർ ഉപയോഗിച്ചിരുന്ന വാക്കാണത്, ഇല്ലേ? അതിന് ചെറ്റ എന്ന് പറയുന്നത് ഒരു അടിസ്ഥാന വർഗം, തൊഴിലാളി വർഗത്തിന്റെ കൂരയുടെ വാക്കാണെന്നും അവരെ ഉദ്ദേശിക്കുന്നതാണെന്നും ഒക്കെ ഉള്ള വാക്ക്, ആ വാക്കിന്റെ ഒരു എറ്റിമോളജിയെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ അർത്ഥത്തെ കുറിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് അങ്ങനെ ഒരു ബോധ്യമില്ല. തോമസ് ഐസക് ആ വാക്ക് ഉപയോഗിച്ചു, അദ്ദേഹം അത് പിൻവലിച്ചു. എന്തായാലും നന്നായി. എനിക്ക് തോന്നുന്നു ഈ തെരഞ്ഞെടുപ്പിൽ വളരെ കുറവാണ് ഇതുവരെ. സാധാരണ കഴിഞ്ഞ രമ്യ അല്ലേ, നമ്മുടെ വിജയരാഘവൻ അല്ലല്ലേ, ഇതിപ്പോ ജി സുധാകരൻ അദ്ദേഹത്തെ ചെറ്റ എന്ന് വിളിച്ചു എന്ന് പറയുന്ന പ്രശ്നം ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നു ചെറ്റ എന്ന് വിളിച്ചിട്ടില്ല, ചെറ്റത്തരം എന്നുള്ളതാണ് പറഞ്ഞത്. എനിക്ക് എൻ്റെ അച്ഛനും അമ്മയിട്ട പേര് മാറ്റി ഇങ്ങനെ വിളിക്കുന്നത് ശരിയാണോ എന്ന് ജി സുധാകരൻ ചോദിക്കുന്നു. ഇതേ ജി സുധാകരൻ ഷാനിമോൾ ഉസ്മാനെ പൂതന എന്ന് വിളിച്ചതിനെ കുറിച്ച് നേരത്തെ പരാതി ഉയർന്നതാണ്. ഇത് വളരെ മോശപ്പെട്ട വാക്കുകളാണ്. ഈ വാക്കുകൾ മറ്റൊരു രാഷ്ട്രീയമുണ്ട് ഇതിന്റെ ഉപയോഗത്തിന് പിന്നിൽ എന്നൊക്കെയുള്ള കാര്യങ്ങൾ സജീവമായി ചർച്ചയാക്കിയത് ഇടതുപക്ഷ കേന്ദ്രങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങൾ സജീവമായപ്പോൾ സമൂഹ മാധ്യമങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടക്കുകയും ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു പരിഗണന ഇത് പ്രയോഗിക്കുന്നതിൽ കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. മാത്രമല്ല, നേരെ തിരിച്ച് ഇത് UDFലോ BJPയിലോ ഒരു നേതാവിന്റെ വായിൽ നിന്നാണ്, പ്രത്യേകിച്ച് സുരേഷ് ഗോപിയാണ് ഇത് പറഞ്ഞതെങ്കിൽ എന്തായിരിക്കും ഇവിടുത്തെ പുകയില്? എല്ലാ രാഷ്ട്രീയ ബുദ്ധിജീവികളും നശിപ്പിച്ചേനെ. അത്തരം ഒരു പ്രത്യേകിച്ച് CPM നേതാക്കൾ, CPMന്റെ മുതിർന്ന നേതാക്കൾ ഇത്തരം കാര്യങ്ങൾ പ്രയോഗിച്ചില്ല. ഇപ്പോൾ രാജേട്ടൻ പറഞ്ഞല്ലോ, ജി സുധാകരൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ചർച്ച പോലും ആയിട്ടില്ല. ആ സമയത്ത് പറഞ്ഞ് സുരേഷ് ഗോപി പിന്നെ സ്ഥിരമായി പ്രയോഗിക്കുന്നുണ്ട്. അത് മറ്റേ മോനെ സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ പരാമർശം, എന്റെ വാദം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി എന്ന് മാത്രമല്ല, ഇത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലെ നേതാവായിരുന്നു ഈ ഘട്ടത്തിൽ, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ വാക്കുകൾ ഉപയോഗിച്ചതെങ്കിൽ ഇതല്ല പുകില് എന്നുള്ളതാണ്. അല്ല, അപ്പൊ അതിനകത്ത് അനന്തൻ പറയുന്ന ഒരു പ്രശ്നമുണ്ട്. ചിലർക്ക് നമ്മൾ അങ്ങനെ, അദ്ദേഹം അങ്ങനെയാണ് അല്ലെങ്കിൽ ആ നേതാവ് അങ്ങനെയാണ് എന്ന ഒരു പ്രിവിലേജ് കൊടുക്കേണ്ടതുണ്ടോ കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്. സമൂഹം മാറുന്നതിനനുസരിച്ച്, നമ്മുടെ മനുഷ്യരുടെ രീതികൾ മാറുന്നതിനനുസരിച്ച്, സംസ്കാരം മാറുന്നതിനനുസരിച്ച് ഈ നാട്ടിൽ ഇടപെടുന്ന ആളുകൾ അവർ മാറേണ്ടതുണ്ട്. അത് ആരാണെങ്കിലും മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇന്ന് രാഷ്ട്രീയ വൃത്തം അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം.